மணியண்ணா, அப்பா இறந்த போது கொல்லி வைக்கிறதுக்கு நான் இருந்தேன். எனக்கு கொல்லி வைக்கிறதுக்கு என் புள்ள இருப்பான்னு கர்வப்பட்டிருந்தேன். ஆனா இப்போ எனக்கு வாய்க்கரைச்சு போடுறது கூட அருமே இல்லை. பாலு, பாலு, அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன். ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ താമസിക്കുന്ന ഇവിടെയല്ലേ? അതെ. ഒന്ന് കാണണം. ആരാ? മനസ്സിലായില്ല. ഞാൻ കൊല്ലത്തിനടുത്തുനിന്ന് വരിക. ബാബു കരുണാകരൻ. കരുണൻ മുതലാളി എന്ന് വിളിക്കും. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാ. ഫിഷിംഗ് ഫ്ലീറ്റ്, എക്സ്പോർട്സ്, കുറച്ച് അബ്കാരി, ഒരു ഇത്തിരി തോട്ടം, കൂപ്പ്, ഒട്ടുമിക്ക എല്ലാ ഇടപാടും ഉള്ളത് വെച്ചോ. എന്താ കാര്യം? ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിനോട് നേരിട്ട് പറയാനുള്ളതാ. ഒന്ന് വിളിക്കൂ. ഞാനാണ് ബാലസുബ്രഹ്മണ്യൻ. ഓ, ഐ സീ. ഇത് അഡ്വക്കേറ്റ് മണിശങ്കർ അയ്യർ. എന്നോട് പറയുന്ന ഏത് കാര്യവും ഇദ്ദേഹത്തിന് കൂടി കേൾക്കാം. ഓഫ് കോഴ്സ്. അതിനിപ്പോ എന്താ? അല്ലെങ്കിൽ രഹസ്യമൊന്നും എനിക്ക് പറയാനുമില്ല. മകന്റെ കാര്യം എനിക്കങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്തു. വലിയ ട്രാജഡി ആയിപ്പോയി. പൂവർ ബോയ്. നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ, അല്ലേ? അതും ഒറ്റ മോൻ. കഷ്ടം. നിങ്ങൾ വന്ന കാര്യം പറയൂ. അതെ അതെ, ഉടപ്പറന്ന പോലുള്ള മകൻ ഒരു അനന്തരവും പയ്യനുണ്ട്, രാമു. തന്തയില്ല. ഇത്തിരി കൂടുതൽ ലാളിച്ചു. കൈ നിറയെ കാശും. കുറച്ച് കുസൃതി കൂടുതലായി പോയി. പക്ഷെ ആളൊരു പാവാണ്. അല്ല, അവനും കൂടെ ചേർന്നാ നമ്മുടെ ചെറുക്കനെ എന്ന് വെച്ച് മനഃപൂർവ്വമല്ല. അവനും കൂട്ടത്തിൽ ചേർന്നേ ഉള്ളൂ. പിള്ളേരല്ലേ, ഒരു വാശിക്കം കിളകി. ചേടാ, പേടിച്ചോടി നിങ്ങളുടെ ചെറുക്കൻ ടെറസിന്റെ മുകളിൽ താഴേക്ക് ചാടുമെന്ന് അവരെങ്ങാനും കരുതിയോ? എന്തിനാ വിസ്തരിക്കുന്നേ? ആ ചെറുക്കൻ അത്രേ വിധിച്ചിട്ടുള്ളൂ ആയുസ്. പാവം. കോടതി കേസ് നടക്കുന്നുണ്ട്. ചുമ്മാതെ. അതിന് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഫോർമാലിറ്റി. അപ്പോൾ എന്റെ അനന്തരവനും കൂടി ചേർന്ന് പറ്റിപ്പോയ കയ്യബദ്ധമായതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അന്വേഷിച്ചത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഡോക്ടർക്കൊരു സാമ്പത്തിക സഹായം ആവശ്യമില്ല എന്ന് ബോധ്യമായി.
എന്നാലും അങ്ങനെയല്ലല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ചെറുക്കനോടുള്ള ഡോക്ടറോട് സെന്റിമെന്റ്സ് 4 പേരറിയാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരു മെമ്മോറിയൽ പോലെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക പേവാർഡ് റൂമോ, ഒരു പുതിയ വേറെന്തെങ്കിലും ഒരു സംഗതി നമുക്ക് തട്ടിക്കൂട്ടാം. അതിന്റെ മുമ്പിൽ നല്ല കോസ്റ്റ്ലി മാർബിളിൽ ഈ നെവർ ലവിംഗ് മെമ്മറി ഓഫ് ആ ചെറുക്കന്റെ പേര്, അതെ, സൺ ഓഫ് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, പിന്നെ ഡൊണേറ്റഡ് ബൈ ബാബു കരുണാകരൻ നീണ്ടകര. ഉദ്ഘാടനത്തിന് ഹെൽത്ത് മിനിസ്റ്ററെയോ വേണമെങ്കിൽ CM വരെ ഞാൻ കൊണ്ടുവരാം. എന്നാലേ വേണ്ട പബ്ലിസിറ്റി കിട്ടും. ഏത് എന്റെ മകന്റെ ജീവന് വില പറയുന്നതാ പട്ടി. ഇറങ്ങാൻ എന്റെ വീട്ടിൽ ഇറങ്ങാൻ. ആരെയാണ് നോവിച്ചു വിടുന്നത് തനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി, നിന്റെ തദ്ദേ. ചീഞ്ഞു കൊടുത്ത മീൻ വാരി വിറ്റുണ്ടാക്കിയ ചില്ലറയുടെ മോളി പടഞ്ഞിട്ടിരുന്ന് പൃഷ്ഠം കുലുക്കാനേ നിനക്കൊക്കെ അറിയൂ. മനുഷ്യന്റെ മനസ്സും നമ്പരവും മനസ്സിലാക്കാൻ നിന്റെ വർഗം 100 ജന്മം ജനിക്കണം. ഇറങ്ങണ വഴിയില് ഇറങ്ങാൻ. അവനോടിത് വേണം. നീ ഒന്ന് കൊടുത്തത് നന്നായേ ഉള്ളൂ. നീ കുടിച്ചില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞാൽ നീ തപ്പാ എടുക്കാൻ മാട്ടിയേ. കൊഞ്ചം നാളായി ബാലു, ചെടിയിൽ നിന്റെ ടെമ്പർ ലൂസ് ചെയ്യുന്നു. ഓപ്പിൽ വെച്ച് രോഗികളോട് നീ ശുണ്ടിയെടുത്തു. ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ആരോടൊന്നില്ലാതെ പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്യുന്നു. ആലോചിച്ചു പാര്, ഇത് ശരിയാണോ? ആരുടെ ശരി എനിക്കറിയണ്ട. ഞാൻ ഫ്ലെയറപ്പ് ചെയ്യും, ചീത്ത വിളിക്കും, ചിലപ്പോൾ ടെമ്പർ ലൂസ് ചെയ്ത് കൈവയ്ക്കും. അത് എന്നോട് ഇഷ്ടം. അതിന്റെ ഭവിഷ്യത്ത് ആരും ഷെയർ பண்ண വേണ്ട. ഉപദേശിക്കാൻ 100 പേരുണ്ട്. എന്റെ മനസ്സിലെ തീ ആരും കാണില്ല. കേൾക്കണ്ട എനിക്ക്. ഐ ഡോണ്ട് കെയർ. ലീവ് മീ അലോൺ. സോറിടാ ബാലു, ഞാൻ சொன்னதே നീ റോങ് എടുത്തിട്ടെ. ഡസന്റ് മാറ്റർ. തപ്പ എന്നിടത്താ. ഇന്ന ടൈമില് എന്നോട് ഞാനിങ്ങനെ സംസാരിക്കരുതായിരുന്നു. ഐ എം സോ സോറി. ഞാൻ പറയാം. நில்லுடா மணி. ஏண்டா மணி, அவன் பேசுற பேச்ச கேட்டு நீ போறியா? പോകണമെന്നുള്ളവർ പോട്ടും പാട്ടി, പോട്ടും. മനസ്സിലിരുട്ട് കയറി തളർന്നു നിൽക്കുമ്പോ സമനില നഷ്ടപ്പെട്ട് അറിയാതെ നാവിൽ നിന്ന് വല്ലത് ഊർന്നു വീണ അതാണ് വലുതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് എന്നോട് ഫേറ്റ്. நீங்க போங்க மணியண்ணா, போங்க. எனக்கு எப்படியாடா போக முடியும்? என்னமோ தெரியல மணியண்ணா, എന്റെ മനസ്സ് എന്റെ പിടിവിട്ടു പോകരുത്. എന്തായി തീരുമെന്ന് എനക്കേ ഭയമായിരിക്കും.